ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോഴേക്കും ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കാറിന്റെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുവാണേ. കാറിന്റെ മുമ്പിലേക്ക് വീണത് ആരാണ്, നിങ്ങൾക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് സച്ചി ദേഷ്യത്തിലാണ് കേട്ടോ ഇറങ്ങുന്നത്. എന്റെ മകള് വിഷം കുടിച്ച് എന്റെ മകളൊന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്ത്രീ കരയുന്നത്. വേഗം വാ മോനെ ഓടി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. സച്ചി ചെന്ന് നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വിഷം കുടിച്ചിട്ട് ഇങ്ങനെ വായിലൂടെ നൊര പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ചേച്ചി സംഭവിച്ചെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴാണ് എന്റെ മകള് വിഷം കുടിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങള് ആ കുട്ടി ഇങ്ങനെ ഇവിടെ ഇടുവാണോ ചെയ്തത്, ആംബുലൻസിന് ഫോൺ ചെയ്യണ്ടേന്ന് ചോദിക്കുവാണേ. എന്നിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ. ആംബുലൻസിൽ വിളിച്ചിട്ട് കുറെ നേരമായി, പക്ഷെ ഇതുവരെ എത്തിയില്ല മോനെ. അത് കഴിഞ്ഞ് സച്ചിയാണെങ്കിൽ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ശ്വാസം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ട്രാഫിക്കിൽ ഇനി എങ്ങനെയാണോ അവിടെ എത്താൻ വേണ്ടി പറ്റുക, എന്തായാലും നമുക്ക് എന്റെ കാറിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ സച്ചി തന്നെ എടുത്തിട്ട് കാറിൽ കയറ്റിയിട്ട് ആ ചേച്ചിയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. എവിടെയാണെന്നുണ്ടെങ്കിൽ ദേവു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണേ. ദേവുവിനെ കണ്ട ഉടനെ തന്നെ ദേവുന്ന് വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാ പറഞ്ഞത്, അമ്മ നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന്. നിന്റെ അടുത്ത് ഡോക്ടർ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. വീട്ടിൽ തനിയെ ഇരിക്കുന്ന സമയത്താണ് മറക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരിക. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകും, എനിക്ക് നിന്നെ കൊണ്ടുപോയിട്ട് അവിടുന്ന് നന്നായിട്ട് നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവിടെയാകുന്ന സമയത്ത് നീ തനിയാവില്ല, അച്ഛനും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും എല്ലാവരും ഉണ്ടാകും. പക്ഷേ അറിയാൻ ചേച്ചി, അവിടെ വന്നു കഴിഞ്ഞാൽ ആന്റി എന്തായാലും ചുമ്മാതിരിക്കില്ല. എന്നെ അവിടെ കൊണ്ടു നിർത്തിയതിന് വെറുതെ ചേച്ചി അതിനും കൂടി ചീത്ത വിളി കേൾക്കേണ്ടി വരും. ഇത് നോക്ക് ദേവു, നമ്മള് ആഗ്രഹിച്ച കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വിഷം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. സച്ചി അങ്ങോട്ട് ഡോക്ടർ എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. ഡോക്ടർ എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സച്ചിയുടെ അരികിലേക്ക് ദേവുവും അതുപോലെ തന്നെ രേവതിയും കൂടി ചെല്ലുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് എന്താണ് കാര്യം ചോദിക്കുന്നുണ്ട്. നിക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഡോക്ടറിന്റെ അടുത്താണെങ്കിൽ വിഷം കുടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പൾസ് കുറവാണ്, എത്രയും വേഗം തന്നെ ICUയിൽ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതേസമയം ആ കുട്ടിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം എന്താണ്, ആരാണ്, എന്താ സംഭവിച്ചതെന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ചോദിക്കുവാണേ. ഞാനൊരു ട്രിപ്പ് വിട്ട് തിരികെ വരുന്ന സമയം ഒരു ചേച്ചി വീട്ടിനുള്ളിൽ നിന്ന് ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ കാർ നിർത്താൻ വേണ്ടി പറഞ്ഞു. ചെന്ന് വീട്ടിനുള്ളിൽ നോക്കുന്ന സമയത്താണ് ആ പെൺകുട്ടി വിഷം കുടിച്ച് കിടക്കുമായിരുന്നു. ഉടനെ തന്നെ ഞാൻ കാറിൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവുവിനെ വിളിക്കുന്നുണ്ട് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ കൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ്. എന്തിനാണ് ആ കുട്ടി വിഷം കുടിച്ചതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് രേവതി ചോദിക്കാൻ വേണ്ടി പറ്റുമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. തിരിച്ച് രേവതിയുടെ അടുത്ത് കണ്ട ഉടനെ തന്നെ ഞാൻ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക രേവതി ചെയ്തത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ അമ്മയുടെ മകൻ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അമ്മേ എന്താ അനിയത്തിക്ക് പറ്റിയ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എന്തിനാടാ ഇങ്ങോട്ട് വന്നത്, അവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? നിന്റെ അടുത്തും അതുപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്തും ഞാൻ 1000 തവണ പറഞ്ഞതല്ലേ അവക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്നുള്ള കാര്യം. എന്നിട്ട് നീയും നിന്റെ അച്ഛനും കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ ഗൗരവമല്ലേ വലുത്. ഇപ്പോ സംഭവിച്ചത് കണ്ടില്ലേ, ഒരിക്കലും അമ്മേ അവൾ അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളാണ്, നിങ്ങൾക്ക് ഗൗരവമാണ് വലുത്, എന്നാ എനിക്ക് എന്റെ മകളുടെ വിഷമാണ് വലുത്. അവള് ആഗ്രഹിച്ച ആളെ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? അതിന് മാത്രം നിങ്ങൾക്ക് എന്ത് അഭിമാനമാണോ ഉള്ളത്? ഒരു പെണ്ണായി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവക്ക് അവളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ലേ? അവള് ആഗ്രഹിച്ച ആളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ലേ? ഇതെല്ലാം കേട്ട് സച്ചിയാണെങ്കിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക. രേവതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളെ പെറ്റു വളർത്തി എന്ന് കരുതിയിട്ട് അവള് നമ്മുടെ വാക്ക് തന്നെ കേൾക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അതല്ലമ്മേ, അവളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ആ മകൻ പറയുന്നുണ്ട് കേട്ടോ. അവളുടെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ആഗ്രഹിച്ച ജീവിതം അവൾക്ക് നേടിക്കൊടുത്താലല്ലേ അവൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അതല്ലേ അവൾക്ക് നല്ലത്. നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് അവളെടുത്ത് അവളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി നിങ്ങൾ പറയുന്നവനെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവള് വേറെ എന്താ ചെയ്യുക? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും നാള് അവള് നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. എന്നാൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അവളെ മനസ്സിലാക്കാതെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം വേണ്ടാന്ന് വെപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവം അവൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുവാണേ. എന്റെ മകള് എന്റെ കൈവിട്ട് പോകുന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്, എന്നെ വിട്ട് പോകുന്ന തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അത് ആ സ്ത്രീ. ഇല്ല അമ്മേ, അവൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവള് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കട്ടെ എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ശരി എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതവും
അവളെ ഇഷ്ടപ്പെട്ട ആളെ അവൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൾ എന്താടാ ചെയ്യുക? ഒന്നെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ അവൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൾ എന്താടാ ചെയ്യുക? ഒന്നെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കണം, ഇല്ലെങ്കിൽ അവൾക്ക് ജീവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ വിഷം കുടിക്കണം. അപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ഇളകുമോ? എന്തെങ്കിലും സംഭവിക്കട്ടെ, അന്നേരം ഞാൻ കാണിച്ചു തരാം നിന്നെയും നിന്റെ അച്ഛനെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷനാകുകയും എനിക്കൊരു ട്രിപ്പ് ഉണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുവാണേ. സച്ചി പോകുന്നത് കാണുമ്പോഴേക്കും ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിക്ക് മോനെ, ആരാണ് എന്താണെന്നുള്ള കാര്യം പോലും അറിയാതെ എന്റെ മകളെ എടുത്ത് കാറിൽ കയറ്റിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇതുപോലെ മനുഷ്യന്മാരെ മനസ്സിലാക്കുന്ന ആളുകളും ഈ ലോകത്തുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എന്റെ പെങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചേരെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ കാറിന് എത്ര കൂലിയായതെന്നൊക്കെ ചോദിക്കണേ. ഇല്ല ഇത് ട്രിപ്പായിട്ടല്ല, ഞാനൊരു സഹായം എന്നുള്ള രീതിയിലാണ്, ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം നോക്കൂന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കുവാണേ. അപ്പോഴേക്ക് ദേവു ആണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയൊക്കെ ഡോക്ടറുമായിട്ട് ചോദിക്കുന്നുണ്ട്. ദേവു എന്തായി എന്നുള്ള കാര്യം നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ പെൺകുട്ടിക്ക് ജീവൻ ആപത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുവാണ്. അതുപോലെ തന്നെ രേവതി ആണെങ്കിൽ ആ അമ്മയുടെ മകന്റെ അരികിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആദ്യം ദൈവത്തിന് നന്ദി പറയണം. അതിന്റെ ഇടയ്ക്ക് ദൈവമാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയണേ. ഉടനെ തന്നെ നമ്മുടെ സച്ചിയുടെ അരികിലേക്ക് ചെല്ലുകയും കൈ പിടിച്ചുകൊണ്ട് സച്ചിക്ക് നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ അതൊന്നും കുഴപ്പമില്ലെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ശരിയായ സമയത്ത് ദൈവത്തെ പോലെ വന്നിട്ട് എന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇതിലൊക്കെ എന്ത് പറയാനാണ്, മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്ക് സഹായം ചെയ്യേണ്ടെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതല്ല മോനെ, ഒരു പരിചയമില്ലാത്ത നീ ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സഹായം ചെയ്തു. എന്നാ ഇവനും അതുപോലെ ഇവന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് എന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്തതാണ് ഇത്രയും വലിയ പ്രശ്നം. നീയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ മോനെ, അവൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാന്നൊക്കെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ഇങ്ങനെ പറയുവാണേ. 4 പേര് പറഞ്ഞാലെങ്കിലും ഇവര് തിരുത്തോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴേക്കും രേവതിയാണെങ്കിൽ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, പാവം ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഇത്രയും വലിയൊരു തീരുമാനം എടുത്തത്. അവരുടെ നിങ്ങൾ പറയേ, ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചാലാണ് അവരുടെ ജീവിതം സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എടുത്ത് പറയേ. നിങ്ങൾ തന്നെ അത് പറയണം, എങ്കിൽ മാത്രമേ അത് ശരിയായിട്ടിരിക്കുള്ളൂ. നമ്മുടെ രേവതിയാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ സച്ചിയെ കുത്തുവാണ്. ഇത് കേട്ട സച്ചിയാണെങ്കിൽ അത് അവരുടെ കുടുംബ വിഷയമാണ്, അതില് പറയാൻ നമ്മൾ ആരുമല്ല, നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം നോക്കുക, അവിടെ പോയിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അവര് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോ ആരെ, ആ പെൺകുട്ടിയോ അല്ല ദേവുവിനെ. സച്ചിക്ക് ഇത് കേട്ടിട്ട് ടെൻഷനായി എന്നുള്ള കാര്യം ദേവുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും അതുപോലത്തെ തീരുമാനമൊന്നും എടുക്കില്ല. സച്ചിയുടെ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ, അതില് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനമുള്ള കാര്യമാണ്. അത് പറഞ്ഞ് സച്ചി കേൾക്കുമ്പോൾ സച്ചിക്ക് ഒരു ചെറിയ സന്തോഷം തോന്നുന്നുണ്ട്. ശരി ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ്. ശേഷമാണ് കേട്ടോ നമ്മുടെ സച്ചി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഷെഡിലേക്ക് ലക്ഷ്മിയും അതുപോലെ തന്നെ ശരത്തും കൂടി വരുന്നത് സച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. സച്ചി വരാൻ വൈകുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള സച്ചിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ചായ ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ മോനെ എന്തിനാ ഇതൊക്കെ മേടിച്ചു നിൽക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലാമേ, നിങ്ങൾ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് 2 പേരും നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈച്ച പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുക എന്നുള്ള കാര്യം വിചാരിക്കരുത് എന്ന്. അയ്യോ അതൊന്നും കുഴപ്പമില്ല, നിങ്ങളും ഞങ്ങള് കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ് കാണുന്നത്. രേവതി നിങ്ങളെ സ്വന്തം ബ്രദറിനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇതിൽ തന്നെയാണ് അമ്മ ഞാനും പറയുന്നത്. സച്ചി എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. ആ അരുൺ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ ഇച്ചിരി ഏടാകൂടം പിടിച്ചവൻ തന്നെയാണ്. അവനെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ പെണ്ണിന്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. എങ്കിലും ഏട്ടാ ദേവുവിനെ ഇഷ്ടമായില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശരത്ത് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയാം, ഞാനും ഒരുപാട് സച്ചിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അവന് ഭയങ്കര ദേഷ്യമാണ്, അവന്റെ മനസ്സ് മാറ്റുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ ഈച്ച പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സച്ചി വന്നോടനെ തന്നെ ആ അമ്മ എന്താ ഇവിടെ, എടാ എന്തിനാണ് ഈ വെയിലത്ത് അമ്മയെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടത്തുന്നത്, ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അത് കേട്ടോടനെ ലക്ഷ്മി ഞാനാണ് ഇങ്ങോട്ടേക്ക് വരാന്നുള്ള കാര്യം പറഞ്ഞത്, അമ്മയ്ക്ക് ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ, ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നോ, അതിന് മാത്രം എന്ത് കാര്യപ്പെട്ട വിഷയം എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അതല്ല സച്ചി മോനെ, നീ ജോലിയിലായിരിക്കുമല്ലോ, അത് കെടുത്തിയിട്ട് എന്തിനാണ് വീട്ടിലേക്ക് വിളിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ, എനിക്ക് അതിനേക്കാളും വലുതൊന്നുമല്ല ജോലി. എന്തായാലും അമ്മ കാര്യം പറ. നമ്മുടെ കുടുംബത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ദേവു ഇപ്പോ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. ഞാൻ കണ്ടു അവളെ ഹോസ്പിറ്റലിൽ. ഞാൻ ഒരാളെ കൊണ്ടുവിടുന്ന സമയത്ത് അവിടെ വെച്ച് അവളെ കണ്ടു. ഡോക്ടർ അവളുടെ അടുത്ത് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്.
പിന്നെ അവൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ജോലിക്ക് പോയത്? വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൾ ഓരോന്ന് ചിന്തിച്ചിട്ട് ആരോടും മിണ്ടത്തുമില്ല, ആകെ മൊത്തം ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യാ. അവള് ജോലിക്ക് പോയിക്കോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് അവളുടെ അടുത്ത് പൊക്കോളാൻ വേണ്ടിയിട്ട് പറഞ്ഞതും. അതും ശരി തന്നെയാണ്. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. അത് മാത്രമല്ല, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലൊന്നും അവൾക്ക് ചിന്ത പോകത്തുമില്ല. ശരി, അമ്മ എന്ത് പറയാനാ വന്നത്? ഇവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം സച്ചിയാണ് നോക്കുന്നത്. സച്ചിയുടെ സമ്മതം ഇല്ലാതെ ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. സച്ചിയുടെ സമ്മതത്തോടു കൂടി തന്നെ എല്ലാം നടക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അമ്മ എന്തോ പറയാൻ വേണ്ടി വരികയാണ്. എന്താണെങ്കിലും വളച്ചു കെട്ടാതെ നേരെ തന്നെ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ദേവുവിന് ഇഷ്ടമുള്ള ആളെ നിനക്ക് ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമില്ലാത്ത ഒരാള് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരരുത് എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കുക അതൊക്കെ വേറെ കാര്യങ്ങളാണ്. എന്നാ ആ അരുൺ ആള് ശരിയല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. രേവതിയും ഇത് തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്നുള്ള കാര്യമാണ്. എന്നാ അതല്ല സത്യം. അങ്ങനെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാനും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആള് നല്ലവനാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താണ് പ്രശ്നം? അവന്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നത്. അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും അവരുടെ നടുവിൽ പോയി നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ. അവന്റെ ക്യാരക്ടർ ശരിയല്ല, അതാ ഞാൻ പറഞ്ഞത്. സച്ചി ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞത് നല്ല ആളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാനാണ്. അമ്മയ്ക്ക് അറിയാലോ എന്റെ അച്ഛന്റെ വാക്ക് ഞാൻ എപ്പോഴെങ്കിലും എതിർത്തിട്ടുണ്ടോ? അച്ഛൻ അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഞാൻ എന്തിനാ ചുമ്മാ പറയുന്നത്? അവൻ നല്ലവനല്ല. നമ്മുടെ ദേവുവിന്റെ ജീവിതം മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി പാടില്ലല്ലോ. അവൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ഒരു മോശപ്പെട്ട ആളെ അവൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അമ്മേ? ഇപ്പോ റോഡിലൂടെ ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് കളിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് കുട്ടികളെ വിട്ട് കളയോന്ന് ചോദിക്കുവാണേ. ഇതെല്ലാം കേട്ട് സച്ചി പറയുന്ന വാക്കുകളൊക്കെ തനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും, അത് മാത്രമല്ല സച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഞങ്ങൾക്കും ആ ഒരു രീതിയിൽ വേണ്ട. എന്നാ ദേവു കുറച്ച് കർക്കശത്തിലാണോ ഉള്ളത്? എന്താ വീണ്ടും അവനെ തന്നെ കല്യാണം കഴിക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, അരുണല്ലാതെ അവള് മറ്റാരെയും കല്യാണം കഴിക്കില്ല. അരുണിനെ കിട്ടിയില്ലെങ്കിൽ അവൾക്ക് കല്യാണമേ വേണ്ടെന്നാ പറയുന്നത്. ഇങ്ങനെ വീട്ടില് അമ്മയുടെ കൂടെ തന്നെ ഇരുന്നോളാന്നാണ് അവള് പറയുന്നത്. അതൊക്കെ കേട്ടപ്പോ എനിക്കും ചെറിയൊരു പേടി തോന്നി. അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നിട്ടെന്താ, കല്യാണം കഴിച്ച് നിങ്ങളുടെ മകളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? എല്ലാരും ആരംഭത്തിൽ അങ്ങനെ പറയത്തുള്ളൂ. കുറച്ചു നാൾ കഴിയുന്ന സമയത്ത് മനസ്സ് മാറുന്ന പറയുമ്പോ ഇല്ല സച്ചിയേട്ടാ, അവള് ഭയങ്കര സ്ട്രോങ് ആണ്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അതെ സച്ചി, അവള് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് തീരുമാനം എടുക്കണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇതിന് സച്ചി മോനാണ് ഒരു തീരുമാനം പറയേണ്ടത്. എനിക്ക് ദേവുവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഭയം തോന്നുന്നുണ്ട്. അവള് ചെറിയ പെണ്ണല്ലേ, എന്തെങ്കിലും എടുത്ത് ചാടി ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ല അമ്മേ, ഒരിക്കലും അവൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. ദേവു ധൈര്യമുള്ള പെണ്ണാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയെക്കാളും ധൈര്യമുള്ളവളാണ്. രേവതി ഇടയ്ക്കൊക്കെ ഇമോഷണൽ ആകും, പക്ഷേ ദേവു അങ്ങനത്തെ ഒരാളല്ല. അവള് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവളാണ്. അതുകൊണ്ട് തന്നെ അവള് മോശപ്പെട്ട ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയണേ. എങ്കിലും സച്ചേട്ടാ, ആ അരുണേട്ടനെ തന്നെ ദേവു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണേ. അത് കേൾക്കുമ്പോഴേക്കും സച്ചിയുടെ മുഖഭാവം മാറുന്നുണ്ട് കേട്ടോ. നീ സച്ചി പറയുന്നത് കേട്ടില്ലേ? ഇവൻ ദേവുവിന് വേണ്ടിയിട്ട് സംസാരിച്ചതാണ്, നിങ്ങൾ തെറ്റായിട്ടൊന്നും എടുക്കരുത് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. സച്ചിയെ കണ്ടിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം തോന്നി, അതുകൊണ്ടാണ് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും സച്ചി പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കട്ടെ. സച്ചി എന്ത് തീരുമാനിച്ചാലും അത് നല്ലത് തന്നെ ആയിരിക്കും. വാ ശരത്തെ എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. അവരങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ദേവു എന്തായാലും അവനെ വിടാനുള്ള പദ്ധതി ഇല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് എന്നെ കണ്ടിട്ട് സംസാരിച്ച് എന്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കിയിട്ട് ഇവരും വന്നത്. അങ്ങനെ നിന്റെ മനസ്സ് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റുന്നതല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുമ്പിൽ നിന്നിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു. എന്നോടുള്ള ദേഷ്യത്തില് ദേവുവിന്റെ അടുത്ത് ഒരു പഴിയും വാങ്ങരുതെന്ന് വിചാരിച്ച് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവന്റെ കാലിൽ വരെ വീണനെ. അവന്റെ ക്യാരക്ടർ ശരിയല്ല. ഇനി ഇവരൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് സച്ചിയും ആകെ കുഴപ്പത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. തുടർന്ന് രാത്രിയിൽ സച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. വന്ന ഉടനെ തന്നെ രേവതി സച്ചിയുടെ കുളിച്ചിട്ട് പോകാൻ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാന്ന് പറഞ്ഞ് പോകുമ്പോൾ സച്ചി അവിടെ തന്നെ നിൽക്കുവാണേ. എന്താ സച്ചിയേട്ട പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത്? നീയാണോ നിന്റെ അമ്മയെ ഷെഡിലേക്ക് അയച്ചതെന്നുള്ള കാര്യം ചോദിക്കുവാണേ. ഷെഡിലേക്കോ? അമ്മ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോ നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കണ്ട. എനിക്ക് അമ്മയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വെച്ചിട്ട് സംസാരിക്കുള്ളൂ. ഷെഡിലേക്കൊന്നും വന്ന് ഇതുവരെ അമ്മ സംസാരിച്ചിട്ടില്ല, അങ്ങനെ സംസാരിക്കത്തുമില്ല. അതൊക്കെ നിന്റെ ഐഡിയ ആണെന്ന് എനിക്ക് മനസ്സിലായി. പറ രേവതി എന്ന് പറയുമ്പോൾ സച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അമ്മ ഷെഡിൽ വന്ന് സംസാരിച്ചു എന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. വെറുതെ രേവതി, നീ കള്ളം പറയരുത്. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? അമ്മ വന്നിട്ട് എന്താണ് സംസാരിച്ചതെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ. ചുമ്മാ നീ അഭിനയിക്കണ്ട. ദേവുവിന്റെ കല്യാണത്തെ കാര്യത്തെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീയാണ് അങ്ങോട്ട് അയച്ചത്. അല്ലാതെ
അമ്മ ഒരിക്കലും അങ്ങനെ വന്ന് സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ട്. വെറുതെ എല്ലാം അറിയുന്നത് പോലെ സച്ചേട്ടൻ സംസാരിക്കരുത്. അല്ലെങ്കിലും അമ്മയെ എന്തിനാണ് ഞാൻ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്? ആദ്യം അമ്മ വന്ന് സംസാരിച്ചത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇത് നോക്ക് രേവതി, നിന്റെ അടുത്ത് അമ്മ പറയാതെ വന്നിട്ടുണ്ടെങ്കിലും എന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നിന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എന്റെ പൊന്ന് സച്ചേട്ടാ, നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ പറയണ്ട, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോ അപ്പൊ നിനക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞത്? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. ദേവു അരുണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അരുണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവക്ക് കല്യാണമേ വേണ്ടെന്നുള്ള കാര്യമാണ് അവള് പറയുന്നതെന്ന് കേട്ടപ്പോ നമ്മുടെ രേവതി ആണെങ്കിൽ ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വന്നപ്പോ അവിടെ ഇരുന്ന് വീണ്ടും പൂ കെട്ടാൻ വേണ്ടി തുടങ്ങുവാണ്. അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ശരി, ഇത് അവളുടെ ജീവിതമാണ്, അവള് തീരുമാനിച്ചു, അതിലിപ്പോ എനിക്കോ നിങ്ങൾക്കോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നീ എന്താ രേവതി, നിന്റെ അനിയത്തിയുടെ ജീവിതമല്ലേ, അവൾ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാനില്ലേ? നീ എന്താ അത് സാധാരണയായിട്ട് പറയുന്നത്? എന്നിട്ടും നീ എന്താ രേവതി ഒന്നും പറയാത്തെ? ഞാനിപ്പോ എന്ത് പറയാനാണ്? എനിക്ക് അവളുടെ ജീവിതത്തെ കുറിച്ചിട്ട് ആശങ്കയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എന്റെ ഭർത്താവ് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. എല്ലാം നിങ്ങളുടെ തീരുമാനമല്ലേ? എനിക്കും ആഗ്രഹമുണ്ട് ദേവു ഇഷ്ടപ്പെടുന്ന ആളെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാനാ പറ്റുക? അവക്ക് ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട എന്നുള്ള വെക്കാന്നല്ലാണ്ട് എല്ലാം അവളുടെ തലയിലെഴുത്താന്ന് വിചാരിച്ചിട്ട് അങ്ങ് വിട്ടുകളയാം. രേവതി, നീ എന്താ സംസാരിച്ച് എനിക്ക് കുറ്റബോധം വരുത്താനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പോ, അയ്യോ, നിങ്ങൾക്ക് കുറ്റബോധം വരുമോ? കുറ്റം ചെയ്തവർക്കല്ലേ അങ്ങനെ വരുള്ളൂ. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. എന്താ പറഞ്ഞു വരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ അതോ ദേവുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്ന് മനസ്സിലാവുന്ന പറയുമ്പോ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ വാക്ക് മേറിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ദേവു എന്റെ അനിയത്തി, അവളെ ചെറുപ്പം മുതലേ ഞാൻ വളർത്തിയതാണ്. അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. ശരി, അമ്മ വന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ, ദേവുവിന്റെ ജീവിതം നന്നായിട്ടിരിക്കണം, അതിൽ ഒരു മാറ്റവും ഇല്ല. അവളുടെ ജീവിതം നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവളെ പോലത്തെ ഒരാളെ തന്നെ അവളുടെ കല്യാണം നടത്തി കൊടുക്കണം. ആ അരുൺ നല്ലവനല്ല, ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് പറയുന്നതല്ല, അവൻ നല്ലവനല്ല. ശരി, എന്തായാലും നിങ്ങൾ ഈ കാര്യത്തിന് തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നിങ്ങളെ മീറിയിട്ട് എനിക്കേറ്റ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുമില്ല. നിങ്ങള് ആണല്ലോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തീരുമാനിക്കുന്നത്. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് സമ്മതം മൂളുകയും അച്ഛൻ നടത്തി കൊടുക്കുകയും ചെയ്തേനെ. നീ വെറുതെ സെന്റിമെന്റൽ ആയിട്ടുള്ളൊന്നും സംസാരിക്കണ്ട. എന്റെ അമ്മായപ്പനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ തീരുമാനം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞേനെ. ഒരച്ഛനും സ്വന്തം മകൾക്ക് മോശപ്പെട്ട ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. എന്തിന്? നിന്റെ അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അരുണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാലോ. പക്ഷെ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ വാക്കിന് മര്യാദ തന്നിട്ട് എന്റെ വാക്ക് കേട്ടിട്ടാണ് അവർ നടക്കുന്നത്. എന്റെ അമ്മ മാത്രമല്ല, ഞാനും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ വാക്ക് മേറിയിട്ട് എന്റെ കുടുംബത്തിൽ ഒന്നും നടക്കില്ല. നിങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ നോക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എതിരായിട്ട് ഞാൻ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അത് നിങ്ങളും മനസ്സിലാക്ക്. അത് പറഞ്ഞ് രേവതി കരയുന്നുണ്ട് കേട്ടോ. രേവതി, നീ എന്തിനാ ഇപ്പൊ കരയുന്നത്? ഒരു കാര്യം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തീർപ്പ് എന്താന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. സച്ചേട്ടാ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ഞങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് കാര്യം നടത്തി തന്നെ. ഇത് നോക്ക് രേവതി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലും ഉറപ്പായിട്ടും അരുണിന്റെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കല്യാണത്തിന് അനുവദിക്കില്ല. നീ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, വല്ല സ്വാമി ആരെങ്കിലും പോയി കണ്ടോ. ഈ പ്രേതത്തിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് വേണമെങ്കിൽ പോയി സംസാരിച്ചു നോക്ക്. അവരും ഇത് തന്നെ പറയത്തുള്ളൂ. ഇല്ല സച്ചേട്ടാ, ഒരിക്കലും പറയത്തില്ല. കാരണം എന്റെ അച്ഛനെന്നല്ല, സ്വന്തം അച്ഛന്മാർക്ക് എപ്പോഴും അവരുടെ മക്കളുടെ ജീവിതമാണ് പ്രധാനം. എന്നാ പിന്നെ നമുക്ക് ആ വഴി തന്നെ നോക്കാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും.